എന്ത് തോന്നി? അതാ പറഞ്ഞത്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രണയ സിനിമ, ഒരു ലവ് സ്റ്റോറി കൈൻഡ് ഓഫ് ഒരു ന്യൂജൻ പ്രണയത്തിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രണയത്തിന് ഭയങ്കര ഒരു ഡെപ്ത് ഉള്ള ഒരു സിനിമ നമുക്ക് കണ്ടിട്ട് കുറെ നാളെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എന്നെ അട്രാക്ട് ചെയ്ത ഒരു പരിപാടി അതായിരുന്നു. പല ഇമോഷൻസ് പറയുന്നുണ്ടെങ്കിലും ആ പ്രണയത്തിന് ഇതിന് ഭയങ്കരമായ ഒരു അടിസ്ഥാനമുണ്ട്. അപ്പം അത് പ്രായഭേദമന്യേ വലിയ ആൾക്കാരിൽ ഉണ്ടാകുന്ന പ്രണയത്തിന്റെ പല പല ഭാവങ്ങളും രീതികളും ഒക്കെ പറയുന്നുണ്ട്. പ്രണയത്തിന്റെ അപ്പുറത്തേക്ക് പല പൊളിറ്റിക്കൽ കാര്യങ്ങളും എല്ലാം സംസാരിച്ചു പോകുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ ഒക്കെ അപ്പുറം പടം ഒരു ഫാമിലി മൂവിയാണ്. ഞാൻ അതില് ജാനകി എന്ന് പറയുന്ന റോള് ചെയ്യുന്നുണ്ട്, അതായത് വിജയന്റെ ചൈൽഡ്ഹുഡ് പാർട്ണറായിട്ട്. അതുകൊണ്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് നല്ലതാണ്. താങ്ക് യു. ഫസ്റ്റ് മൂവി അല്ല, ബട്ട് റിലീസ് ചെയ്തതിൽ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ഇമോഷണലായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇനി വേറൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, ഇടിയൻ ചന്തു എന്ന് പറഞ്ഞ മൂവിയിൽ ഞാൻ ചൈൽഡ്ഹുഡ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കാണുന്നത്. ചെയ്തതിൽ വെച്ചിട്ട് നല്ല രീതിയിൽ സിനിമയാണ്. മോളുടെ ടോട്ടൽ 5 സിനിമ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നല്ല രീതിയിലൊരു ക്യാരക്ടറായിട്ട് എല്ലാവരും കാണാൻ പറ്റുന്നതാണ്. ലവ് സ്റ്റോറി ആണെങ്കിൽ ഏത് പ്രായക്കാരിലും കാണാം, കൊച്ചുകുട്ടികളോട്ട് കാണാൻ പറ്റുന്നതാണ്. എൻ്റെ മോളിനകത്തുണ്ട് ജാനകിയായിട്ട്. മോള് ജാനകി അവളുടെ സ്ക്രിപ്റ്റ് മൂവിയാണ് ആക്ച്വലി, പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടി നല്ല റോളുള്ള ഈ മൂവിയിലാണ്. ഇടിയൻ ചന്തു പിന്നെ 2 ഇറങ്ങാനുണ്ട്. ഇടിയൻ ചന്തു ആണ് റീസെന്റ് ആയിട്ട് ഇറങ്ങിയത്. അപ്പം നമ്മൾ ഇതൊരു ബ്രേക്ക് ആവുമെന്ന് വിചാരിക്കണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതെ അതെ, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതേ പറയാം, നമ്മൾ ഈ കുടുംബ പ്രേക്ഷകർക്ക് ബിജു മേനോന്റെ ഈ വേഷമാണ് ഇഷ്ടം. വളരെ നാച്ചുറലായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളായിട്ടുള്ള ഒരു വേഷം ഗംഭീരമാണ്. ഈ ഓണത്തിന് ഇതൊരു ഓണത്തിന് നല്ല ഇത് ഫാമിലി ഓഡിയൻസ് നല്ലോണം കയറണം. ശരി.